Hello all, welcome to Magnum Academy. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കേസ് ഓഫ് സസ്പിഷൻ ഉള്ള 8th ചാപ്റ്റർ ആണ്, ഇംഗ്ലീഷിലെ 8th ചാപ്റ്റർ. അപ്പോൾ ഈ കേസ് ഓഫ് സസ്പിഷൻ എന്നുള്ളത് ഒരു സംശയത്തിന്റെ കഥ. അപ്പോൾ ഈ കഥ നമുക്ക് തുടങ്ങാം. അപ്പോൾ കഥയില് ഡോക്ടർ ബെൻസൺ ആണ് മെയിൻ ക്യാരക്ടർ. ഡോക്ടർ ബെൻസൺ അല്ലെങ്കിൽ ബെൻസന്റെ കഥയാണ് ഇതിലുള്ളത്. അപ്പൊ ഡോക്ടർ ബെൻസൺ എന്ന് പറഞ്ഞാൽ ഒരു തിരക്കേറിയ ഒരു ഡോക്ടറാണ്. ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, അതായത് ജോലിയോട് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് ഈ ഡോക്ടർ ബെൻസൺ. ഈ കഥ ഒരു രാത്രി ഒരു 2 മണിക്ക് ശേഷമുള്ള ഒരു കഥയായിട്ടാണ് പറയുന്നത്. അതായത് നവംബർ മാസത്തിലാണ് ഇത് നടക്കുന്നത്. ഏകദേശം ഡിസംബറോട് അടുത്തിരിക്കുന്നു. കാരണം അവിടെ ഭയങ്കര തണുത്ത കാറ്റും അതൊക്കെ പറയുന്നത് ശരിക്കും നവംബർ മാസത്തെ സൂചിപ്പിക്കുന്നതാണ്. അതായത് ഡിസംബറിന്റെ വരവേൽപ്പിന് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. സെക്ഷൻ 1. He threw back the covers and sat up on his bed, his feet feeling along the cold floor for his house slippers, the telephone ringing insistently, a little distance away. അപ്പോൾ ഡോക്ടർ ബെൻസൺ എന്തോ ഒരു ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തിയ സമയം ഏകദേശം 2 മണി എന്നാണ് പറയുന്നത്. അപ്പം ഹി ത്രൂ ബാക്ക് ദ കവേഴ്സ്. അപ്പം എന്താണ്, ഡോക്ടർ ബെൻസൺ അദ്ദേഹത്തിന്റെ ഡ്രസ്സൊക്കെ മാറ്റി നേരെ ബെഡിലിരുന്നു ആൻഡ് ഹിസ് ഫീറ്റ് ഫീലിംഗ് കോൾഡ് അലോങ് ദ കോൾഡ് ഫ്ലോർ ഫോർ ഹിസ് ഹൗസ് സ്ലിപ്പേഴ്സ്. അപ്പൊ ചെരുപ്പ് ഇട്ടിട്ടുണ്ട്, അകത്തുനിന്നിരുന്ന ചെരുപ്പ് ഇട്ടിട്ടുണ്ട്. എങ്കിൽ പോലും ഭയങ്കര തണുപ്പ് ഇദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ടെലിഫോൺ റിംഗിങ് ഇൻസിസ്റ്റന്റ്ലി എ ലിറ്റിൽ ഡിസ്റ്റൻസ് ആയി. അപ്പൊ ഇത് ഇങ്ങനെ ഈ തണുപ്പൊക്കെ പറയുന്നു. അതിനുശേഷം പറയുന്നത് എന്താ വെച്ചാൽ ഒരു ടെലിഫോൺ കുറച്ച് അകലെയായിട്ട് റിംഗ് ചെയ്യുന്നുണ്ട്. He turned on the light and walked to the phone and took down the receiver. അപ്പം ലൈറ്റ് ഇട്ടതിന് ശേഷം ഫോണിന്റെ അടുത്തേക്ക് പോയി അങ്ങനെ ഫോൺ എടുത്തു. ദിസ് ഇസ് ഡോക്ടർ ബെൻസൺ ഹി സെഡ്. അപ്പൊ ഫോൺ എടുത്തവിടെ പറഞ്ഞു ഇത് ഡോക്ടർ ബെൻസൺ ആണ്, ആരായത് എന്നുള്ള രീതിയിൽ. The November wind was bringing sounds of winter as it blew around a little white house. അപ്പൊ എന്താണ് ഇത്, നവംബർ മാസമാണ്, ഞാൻ നേരത്തെ പറയണ്ടായി. അപ്പൊ നവംബർ മാസത്തിലെ ആ വിൻഡിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. സൗണ്ട് ഓഫ് വിന്റേഴ്സ് ആസ് ഇറ്റ് ബ്ലൂ അറൌണ്ട് ദ ലിറ്റിൽ വൈറ്റ് ഹൗസ്. അപ്പൊ വീടിന് ചുറ്റും ആ കാറ്റടിക്കുന്ന ആ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. The doctor got into his clothes. He went to the table and stared a moment at his watch, his spirit complaining at the job ahead of him. അപ്പൊ എന്താണ് പറയുന്നത്, ഇവിടെ തണുത്ത ഈ സമയം ഏകദേശം 2 മണി ആ ടൈം ദ ഡോക്ടർ ഗോട്ട് ഇൻ ടു ഹിസ് ക്ലോത്ത്. അപ്പം ആ ഫോണിൽ ഏതോ ഒരു പേഷ്യന്റ് ആണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഫോൺ വെച്ചപാട് തന്നെ ഡോക്ടർ എന്താണ് ഡ്രസ് ഇട്ടു. ഹി വെന്റ് ടു ദ ടേബിൾ ആൻഡ് സ്റ്റേഡ് എ മൊമെന്റ് അറ്റ് ഹിസ് വാച്ച്. അപ്പൊ വാച്ചിൽ ഒന്ന് നോക്കി. ആൻഡ് ഹിസ് സ്പിരിറ്റ് കംപ്ലൈനിങ് അറ്റ് ദ ജോബ് അഹെഡ് ഓഫ് ഹിം. അപ്പൊ ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ പറയണം ആ ജോബിനെ കുറിച്ച് ഇങ്ങനെ, അതായത് ഈ നട്ടപ്പാതിരക്കും എവിടെയും പോണ്ടേ എന്നുള്ളത് ഇങ്ങനെ മനസ്സിങ്ങനെ പറയുന്നുണ്ട്. 2 o'clock. അപ്പൊ ആ വാച്ച് നോക്കിയപ്പോ സമയം 2 o'clock. His mind also complained at the horrible hour, and he wondered why children had to be born at such improper time. അപ്പൊ രാത്രി 2 മണിയാണ്. എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ ഈ അസമയത്തൊക്കെ ജനിക്കുന്നത്? ഹി ടുക്ക് അപ്പ് 2 സ്മോൾ ഹാൻഡ് ബാഗ്സ്. അപ്പം ഇദ്ദേഹം ഈ ഡെലിവറിക്ക് വേണ്ടിയിട്ട് പോകാൻ പോവാണ്. അപ്പൊ 2 ഹാൻഡ് ബാഗ്സ് എടുത്തിട്ടുണ്ട്. ദ ഷോർട്ട് പിൽ ബാഗ്, അപ്പൊ ഒരു ചെറിയ പിൽ ബാഗും, ചിലപ്പോൾ ടാബ്ലറ്റ്സും മറ്റേതൊക്കെ ആയിരിക്കാം. ആസ് ദ പീപ്പിൾ ഓഫ് ടൗൺ ന്യൂ ഇറ്റ്. ആൻഡ് ദ ലോങ് ഒബ്സ്റ്റട്രിക്കൽ കേസ്, അതെന്താണ് ഈ പ്രസവ സമയത്ത് അതിന്റെ ടൂൾസ് ഒക്കെ ഉള്ള ഇത്. ദ ബേബി ബാഗ് ദേ കോൾഡ് ഇറ്റ്. അപ്പൊ നാട്ടുകാരൊക്കെ അതിനെ ബേബി ബാഗ് എന്നാണ് പറയുന്നത്. ഡോക്ടർ ബെൻസൺ സ്റ്റോപ്ഡ് എ മൊമെന്റ് ടു ലൈറ്റ് ആൻഡ് ദെൻ പുട്ട് ദ പാക്ക് ഓഫ് സിഗരറ്റ്സ് ഇൻ ഹിസ് ഓവർകോട്ട് പോക്കറ്റ്. അപ്പം ഇദ്ദേഹം പോകുന്ന സമയത്തൊന്ന് സ്റ്റോപ്പ് ചെയ്തു, ഒന്ന് നിന്നു. എന്നിട്ട് എന്ത് ചെയ്തു, സിഗരറ്റിന്റെ ഒരു പാക്കറ്റ് എടുത്തിട്ട് ഓവർകോട്ടിന്റെ പോക്കറ്റിലിട്ട്. The wind felt like surgeon's knife at his face as he opened the door and ran, bending low around the driveway to the garage. അപ്പം ഏകദേശം കത്തി കൊണ്ട് കീറുന്ന തണുപ്പ് എന്നാണ് ആ ഒരു തണുപ്പിന് ഇദ്ദേഹം പറയുന്നത്. അതായത് ഡോർ ഓപ്പൺ ചെയ്തപ്പോ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള തണുപ്പ് ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ കാറ്റ് തോന്നി. ആൻഡ് his car started with difficulty, cuffed half a dozen times as he drove down the driveway, but then began to run more smoothly as he turned down the grass street and on to the deserted highway.
അപ്പൊ ഫസ്റ്റ് കാറ് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് പണിയെടുത്തു. എന്നാലും ഗ്രാസ് ലാൻഡ് ഒക്കെ കഴിഞ്ഞ് ഹൈവേയിലേക്ക് എത്തിയപ്പോൾ കാറ് സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. Mrs. Ott Sorley, who Dr. Benson was on his way to visit, already had almost a dozen of children, but it seemed to the doctor that never once had she had a baby in good weather nor in daylight. അപ്പൊ ഇദ്ദേഹം പോകുന്നത് മിസ്സിസ് ഓട്ട് സോർലിയുടെ അടുത്തേക്കാണ്. അപ്പൊ എന്താണ്, ഈ ഓട്ട് സോർലിക്ക് 12 കുട്ടികളുണ്ട്. അതായത് ഡോക്ടർ ബെൻസൺ വാസ് ഓൾറെഡി ഹാഡ് ഓൾമോസ്റ്റ് എ ഡസൺ എന്ന് പറയുന്നത് 12 അപ്പൊ 12 കുട്ടികളുണ്ട്. ബട്ട് ഇറ്റ് സീംഡ് ടു ദ ഡോക്ടർ ദാറ്റ് നെവർ വൺ ഷീ ഹാഡ് എ ബേബി ഇൻ ഗുഡ് വെതർ. അപ്പം എന്താണ്, ഡോക്ടർ ഇങ്ങനെ ആലോചിക്കാണ്, ഈ മിസ്സിസ് ഓട്ട് സോർലിക്ക് ഈ 12 കുട്ടികൾ ഉണ്ടായിട്ടും ഇന്നേ വരെ ഒരു കുട്ടി പോലും പ്രോപ്പർ ടൈമിൽ ജനിച്ചിട്ടില്ല. ഒരു പകൽ വെളിച്ചത്തിലോ അല്ലെങ്കിൽ നല്ല സമയത്തോ ഇന്നേ വരെ ഒരു കുട്ടി ജനിച്ചിട്ടില്ല. ആൻഡ് വൈൽ ഡോക്ടർ ബെൻസൺ വാസ് എ കൺട്രി ഡോക്ടർ, he was still a young man and couldn't find the pleasure that his father, the old Doc Benson, had found in seeing Ott. The father always 2 or 3 babies behind in payment of his baby bill. അപ്പൊ ഇദ്ദേഹം ആലോചിക്കണം, ഇദ്ദേഹത്തിന്റെ ഈ ഡോക്ടർ ബെൻസന്റെ ഫാദറും ഡോക്ടറായിരുന്നു. അപ്പം ഈ ഓട്ട് സോർലിന്റെ കുട്ടികളെ ഇങ്ങനെ ഡെലിവറിക്ക് സഹായിച്ചിട്ടുണ്ട്. അപ്പോ അതിൽ തന്നെ 2-3 കുട്ടികളെ ബില്ല് ഇതുവരെ അടച്ചിട്ടൊന്നുമില്ലാന്നും ഇദ്ദേഹം ആലോചിച്ചുകൊണ്ടിങ്ങനെ ഡ്രൈവ് ചെയ്യുവാണ്. അപ്പൊ ഇനി സെക്കൻഡ് സെക്ഷനാണ്. It was a long ride to the Sorley farm, and the sight of a man walking along the country road, as seen just ahead by the lights of the car, was a welcome relief to the doctor. He slowed down and looked at the man walking along with difficulty against the wind, a little package under his arm. അപ്പൊ എന്താ, സോർലയുടെ ഫാം കുറച്ച് ദൂരെ ആയിട്ടാണ് ഉള്ളത്, കുറച്ച് അകലുണ്ട്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവാണ്, ആര്, ഡോക്ടർ ബെൻസൺ. അപ്പൊ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് നല്ല വിന്റർ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പും ഉണ്ട്, നല്ല മഞ്ഞൊക്കെ ഉണ്ട്. അപ്പം ഇദ്ദേഹത്തിന്റെ കാറിന്റെ ഹെഡ്ലൈറ്റില് ഒരു സീൻ കാണുവാണ്. എന്താണെന്ന് വെച്ചാല് ഒരു മാൻ ഇങ്ങനെ നടന്നു പോകുന്നത്, അയാളെ കയ്യിൽ എന്തോ ഒരു പാക്കറ്റ് പോലത്തെ എന്തോ സാധനമുണ്ട്. അപ്പൊ അയാൾ ഇങ്ങനെ നടന്നു പോകുന്നു, അയാൾക്ക് അങ്ങ് നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്, കാരണം അത്രയും നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഇങ്ങനെ പുറത്തിങ്ങനെ നടന്നു പോകാൻ ആ കണ്ട മാൻ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു, ഡോക്ടർ ബെൻസൺ കാറ് സ്ലോ ചെയ്തു. എന്നിട്ട് ആ ആളെ നോക്കി. മാൻ വാക്കിംഗ് അലോങ് വിത്ത് ഡിഫിക്കൽട്ടി അഗെയിൻസ്റ്റ് ദ വിൻഡ്, എ ലിറ്റിൽ പാക്കേജ് അണ്ടർ ഹിസ് ആം. അപ്പൊ കാറ് സ്റ്റോപ്പ് ചെയ്തു. Coming alongside, Dr. Benson stopped and invited the man to ride. അപ്പം ലിഫ്റ്റ് വേണോന്ന് ഇയാളോട് ഇങ്ങനെ കാറ് നിർത്തിയിട്ട് ആ മാനിനോട് ചോദിച്ചു. The man got in. അപ്പൊ അയാള് അപ്പൊ തന്നെ കയറി. Are you going far? asked the doctor. അപ്പം ഡോക്ടർ ബെൻസൺ അയാളോട് ചോദിച്ചു, നിങ്ങൾ ദൂരെയാണോ പോണേ? I am going all the way to Detroit, said the man. അപ്പൊ ഡെട്രോയിറ്റിലേക്ക് പോവാണെന്ന് അയാൾ പറഞ്ഞു. A rather thin man with small black eyes filled with tears from the wind. അപ്പം ആ തണുപ്പിന്റെ ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത്, ആ കാറ്റിനിങ്ങനെ കണ്ണ് നിറഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഒരു തിൻ മാൻ എന്നാ പറയുന്നത്, ഒരു മെലിഞ്ഞിട്ടുള്ളത്. അപ്പൊ അയാള് കുഡ് യു ഗിവ് മീ എ സിഗരറ്റ്. അപ്പൊ അയാൾ ഡോക്ടർ ബെൻസണിനോട് ചോദിച്ചു, കുഡ് യു ഗിവ് മീ എ സിഗരറ്റ്, എനിക്കൊരു സിഗരറ്റ് തരുമോ എന്ന് ചോദിച്ചു. Dr. Benson unbuttoned his coat, then remembered the cigarettes in the outer pocket of his overcoat. അപ്പം നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം ഇദ്ദേഹം ഓവർകോട്ടിന്റെ പോക്കറ്റിലാണ് സിഗരറ്റ് വെച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ പെട്ടെന്ന് അത് ഓർമ്മയുണ്ടായില്ല. ആദ്യം ഇദ്ദേഹം കോട്ടിനിങ്ങനെ ഒരു ബട്ടൺ ഇങ്ങനെ അയച്ചു. അപ്പൊ ബട്ടൺ അയച്ചപ്പോ പെട്ടെന്ന് ഓർമ്മ വന്നേ, ഇതെന്റെ ഓവർകോട്ടിലല്ലേ സിഗരറ്റ് ഉള്ളത്. അപ്പൊ ഡോക്ടർ ബെൻസൺ he took out the packet and gave it to the rider, who then looked in his own pocket for a match. അപ്പം ഒരു ഇത് മാച്ചിന്, അതായത് തീപ്പെട്ടി ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഇതാവാം, സിഗരറ്റ് കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്താണ്, അപ്പം ഈ ഡോക്ടർ ബെൻസൺ സിഗരറ്റ് കൊടുത്തു. ഇയാളെ സ്വന്തം പോക്കറ്റിൽ തന്നെ മാച്ചിന് വേണ്ടിയിട്ട് പരുതി. വെൻ ദ സിഗരറ്റ്സ് വാസ് ലൈറ്റൻഡ്,
അപ്പൊ ലൈറ്റർ ആണ്. Then the man held the packet a moment, then asked, "Do you mind, mister, if I take another cigarette for later?" അപ്പം പിന്നീട് ആവശ്യത്തിന് വേണ്ടി ഞാൻ ഒരു സിഗരറ്റും കൂടി എടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. The rider shook the packet to remove another cigarette without waiting for the doctor to answer. അപ്പൊ ഡോക്ടർ യെസ് ഓർ നോ പറയുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം ഒരു സിഗരറ്റ് വേഗം എടുത്തു. ഡോക്ടർ ബെൻസൺ felt a hand touch his pocket. അപ്പൊ ഡോക്ടർ പോക്കറ്റിലേക്ക് ആരോ കൈയിടുന്നത് പോലെ ഡോക്ടർക്ക് തോന്നി. അപ്പൊ എന്താണ് സംഭവിച്ചത്? ഈ സിഗരറ്റിന്റെ പാക്കറ്റ് ആ വ്യക്തി ഡോക്ടർ പോക്കറ്റിലേക്ക് വെച്ചു. അതായത് ഡോക്ടർ പെർമിഷൻ ഇല്ലാതെ തന്നെ ഡോക്ടർ പോക്കറ്റിലേക്ക് ആ വ്യക്തി സിഗരറ്റിന്റെ ആ പാക്കറ്റ് വെച്ചു. അപ്പൊ ഡോക്ടർക്ക് അത് തീരെ ഒരു കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. A few minutes later, Dr. Benson said, "So you are going to Detroit. I'm going out to look for work in one of the automobile plants." അപ്പൊ ഡോക്ടർ ബെൻസൺ ചോദിച്ചു, അപ്പൊ നിങ്ങൾ ഡെട്രോയിറ്റിലേക്കാണല്ലേ പോകുന്നത്? അപ്പം ഈ മാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഈ വ്യക്തി പറഞ്ഞു, "I am going out for work in വൺ ഓഫ് ദ ഓട്ടോമൊബൈൽ പ്ലാന്റ്സ്." അപ്പൊ ഒരു ഓട്ടോമൊബൈൽ പ്ലാന്റ്സിൽ ജോബ് ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് ഞാൻ പോകുവാണ്. ആർ യു എ മെക്കാനിക്? അപ്പൊ ഡോക്ടർ ചോദിച്ചു, നിങ്ങളൊരു മെക്കാനിക് ആണോ? മോർ ഓർ ലെസ് ഐ ഹാവ് ബീൻ ഡ്രൈവിംഗ് എ ട്രക്ക് സിൻസ് ദ വാർ എൻഡഡ്, ബട്ട് ഐ ലോസ്റ്റ് മൈ ജോബ് അബൌട്ട് എ മന്ത് എഗോ. അപ്പൊ ഒരു മാസം മുന്നേ ഞാനൊരു ട്രക്ക് ഡ്രൈവർ ആയിരുന്നു. അപ്പൊ ഒരു മാസം മുന്നേ എനിക്ക് എന്റെ ജോബ് നഷ്ടപ്പെട്ടു. വേർ യു ഇൻ ആർമി ഡ്യൂറിംഗ് ദ വാർ? അപ്പം ഡോക്ടറോട് ഇയാൾ ചോദിക്കുകയാണ്, നിങ്ങൾ വാറിന്റെ സമയത്ത് ഡോക്ടർ ഈ വ്യക്തിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആർമിയിൽ ഉണ്ടായിരുന്ന വാറിന്റെ സമയത്ത്, അതായത് യുദ്ധത്തിന്റെ സമയത്ത്? അപ്പൊ ഇയാള് പറഞ്ഞു, യെസ് ഐ വാസ് ഇൻ ആംബുലൻസ് സെക്ഷൻ. അപ്പൊ ആംബുലൻസ് സെക്ഷനിലായിരുന്നു ഞാൻ ആ വാറിന്റെ സമയത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. റൈറ്റ് അപ്പ് അറ്റ് ദ ഫ്രണ്ട് ഡ്രോവ് ആൻ ആംബുലൻസ് ഫോർ 4 years. അപ്പൊ 4 വർഷത്തോളം ഞാൻ ആംബുലൻസ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഈ വ്യക്തി ഡോക്ടറോട് പറഞ്ഞു. "Is that so?" said Dr. Benson. അപ്പോൾ ഡോക്ടർ ബെൻസൺ പറഞ്ഞു, "അതെയോ, ഐ ആം എ ഡോക്ടർ മൈസെൽഫ്, ഡോക്ടർ ബെൻസൺ ഇസ് മൈ നെയിം." അപ്പോൾ ഡോക്ടർ ബെൻസൺ പറഞ്ഞു, "അപ്പൊ അതെയോ, ഞാൻ ഡോക്ടർ ബെൻസൺ ആണ്, ഞാനൊരു ഡോക്ടറാണ്, എന്റെ പേര് ഡോക്ടർ ബെൻസൺ ആണ്" എന്നൊക്കെ ഇങ്ങനെ സ്വയം പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പം "ഐ തോട്ട് ദിസ് കാർ സ്മെൽഡ് ലൈക്ക് പിൽസ്." അപ്പം ദ മാൻ ലോഫ്റ്റ്. ദെൻ ഹി ആഡഡ് മോർ സീരിയസ്ലി, "മൈ നെയിം ഈസ് ഇവാൻസ്." അപ്പം ഈ വ്യക്തി പറഞ്ഞു, എനിക്ക് തോന്നി, അതായത് ഞാൻ ഈ കാറിൽ കയറിയപ്പോ തന്നെ എനിക്കിങ്ങനെ ഒരു പിൽസിന്റെ, അതായത് കുറെ മരുന്നിന്റെ ടാബ്ലറ്റ്സിന്റെ ഒക്കെ മണം എനിക്ക് അടിച്ചിരുന്നു. അപ്പൊ തന്നെ ഞാൻ കരുതിയിരുന്നു നിങ്ങൾ ഡോക്ടർ ആയിരിക്കും. അത് കഴിഞ്ഞ ഉടനെ പറഞ്ഞു, എന്റെ പേര് ഇവാൻസ് എന്നാണ്. അപ്പൊ ഈ വ്യക്തിയുടെ പേര് ഇവാൻസ്. അപ്പം 2 ക്യാരക്ടർ നമ്മൾ പഠിച്ചു, അതായത് 3 ക്യാരക്ടർ അല്ലെ? ഡോക്ടർ ബെൻസൺ, പിന്നെ മിസ്സിസ് ഓട്ട്സോർലി. ഡോക്ടർ ബെൻസൺ, ഇവാൻസ്, മിസ്സിസ് ഓട്ട്സോർലി, 3 ക്യാരക്ടേഴ്സ്. They rode along silently for a few minutes, and the rider moved himself in his seat and placed his package on the floor. As the man leaned over, Dr. Benson caught his first good look at the small cat-like face. അപ്പൊ അവര് ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ കാർ ഓടിച്ചു കുറച്ചു ദൂരം. അപ്പൊ പെട്ടെന്ന് ഇദ്ദേഹം ഈ വാൻസിന്റെ കയ്യിലൊരു പാക്കറ്റ് ഉണ്ടായിരുന്നു ആദ്യം തന്നെ പറഞ്ഞു. അപ്പൊ പാക്കറ്റ് നിലത്ത് വെച്ചു, അതായത് വണ്ടിയുടെ ഫ്ലോറിൽ വെച്ചു. അപ്പൊ അങ്ങനെ ഫ്ലോറിൽ വെക്കാൻ വേണ്ടി കുറച്ച് മണങ്ങുമ്പോൾ ഡോക്ടർ ബെൻസൺ കോട്ട് ഹിസ് ഫസ്റ്റ് ഗുഡ് ലുക്ക് അറ്റ് ദ സ്മോൾ. അപ്പൊ എന്തായി, ഡോക്ടർ ബെൻസൺ അദ്ദേഹത്തിന്റെ മുഖം കണ്ടു. ശരിക്കൊരു കാറ്റ് ലൈക്ക് ഫേസ് എന്നാണ് പറയുന്നത്. The doctor also noticed the long deep scar on the man's cheek, bright and red looking as though it were of recent origin. അപ്പം വേറൊരു സംഭവം കൂടി കാണുകയുണ്ടായി, അതായത് ഇയാളെ ചീക്ക് കവളിന്റെ ആ ഭാഗത്തായിട്ട് ഒരു മുറിവ്, നല്ല ഡീപ്പായിട്ടുള്ളൊരു മുറിവ് കാണുന്നുണ്ട്. ആൻഡ് അത് ബ്രൈറ്റ് ആൻഡ് റെഡ് ആണെന്ന് പറയുന്നത്, അതായത് അത്രയും ഫ്രഷ് ആണ്, ഈ അടുത്തെപ്പോ ഉണ്ടായൊരു മുറിവായിട്ടാണ് തോന്നുന്നത്. ഹി തോട്ട് ഓഫ് മിസ്സിസ് ഓട്ട്സോർലി ആൻഡ് റീച്ച്ഡ് ഫോർ ഹിസ് വാച്ച്. ഹിസ് ഫിംഗേഴ്സ് വെന്റ് ഡീപ്പ് ഇൻ ടു ഹിസ് പോക്കറ്റ് ബിഫോർ ഹി റിയലൈസ്ഡ് ദാറ്റ് ഹിസ് വാച്ച് വാസ് നോട്ട് ദെയർ. അപ്പൊ എന്തായി, ഈ പെട്ടെന്നാണ് ഇദ്ദേഹത്തിന് ആ മിസ്സിസ് ഓട്ട്സോർലിയുടെ ഡെലിവറിനെ കുറിച്ച് ഓർമ്മ വന്നത്. അപ്പൊ ലേറ്റ് ആയോ നോക്കാൻ വേണ്ടി വേഗം ഒന്ന് വാച്ച് നോക്കുമ്പോഴത്തേക്ക് വാച്ചില്ല, അതായത് പോക്കറ്റിൽ ഇങ്ങനെ കൈയിട്ട് നോക്കും, പോക്കറ്റിലായിരുന്നു വാച്ച് വെച്ചിരുന്നത്. അപ്പൊ ആ വാച്ച് കാണുന്നില്ല. He realized that his watch was not there. അപ്പൊ അദ്ദേഹം മനസ്സിലാക്കി വാച്ച് ഇപ്പം പോക്കറ്റിൽ ഇല്ല എന്നുള്ളത്. ഇനി സെക്ഷൻ 3, Dr. Benson moved his hand very slowly and very carefully below the seat until he felt the leather holster in which he always carried with him his automatic pistol. അപ്പോൾ ഡോക്ടർ ബെൻസൺ
ഡോക്ടർ ബെൻസന് മനസ്സിലായി എന്താണ് വാച്ച് കയ്യിലില്ല. അപ്പൊ ഡോക്ടർ ബെൻസന് എന്തോ ഒരു ഡൗട്ട് തോന്നി, അതായത് ഈ ഇവാൻസ് അത്ര ശരിയല്ല, വല്ല കള്ളനാണോ എന്നുള്ളൊരു ഡൗട്ട് തോന്നിയിട്ട് തന്നെ ഇദ്ദേഹം ഈ വാച്ച് കാണുന്നില്ല എന്നുള്ളത് ഇദ്ദേഹം മനസ്സിലാക്കി എന്നുള്ളത് ഇങ്ങനെ ഈ ഇവാൻസിനെ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഇവാൻസിനെ അറിയിക്കാതെ ഇദ്ദേഹം എന്ത് ചെയ്തു, മെല്ലെ കൈ സീറ്റിന്റെ ബിലോ ദ സീറ്റ് അൺടിൽ ഹി ഫെൽറ്റ് ദ ലെതർ ഹോസ്റ്റർ. അപ്പൊ ലെതർ ഹോസ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ തോക്ക് വെക്കുന്ന ഒരു കവർ, ആ ഒരു ഉറ. അപ്പം ഈ സീറ്റിന്റെ അടിയിൽ അങ്ങനെ ആ തോക്ക് വെക്കുന്ന ആ ഒരു പിസ്റ്റൾ വെക്കുന്ന ഇതുണ്ട്. അപ്പൊ അത് മെല്ലെ എടുത്തു. ഇൻ വിച്ച് ഹി ഓൾവേസ് ക്യാരിഡ് വിത്ത് ഹിം ഹിസ് ഓട്ടോമാറ്റിക് പിസ്റ്റൾ. He drew out the pistol slowly and held it in the darkness at his side. അപ്പം എന്താണ് ആ പിസ്റ്റൾ പുറത്തേക്ക് എടുത്തു. ഡോക്ടർ ബെൻസൺ സ്റ്റോപ്ഡ് ദ കാർ ക്വിക്ലി ആൻഡ് പുഷ്ഡ് ദ നോസ് ഓഫ് ഹിസ് ഗൺ ഇൻ ടു ഇവാൻസ് സൈഡ്. അപ്പം ഗൺ എടുത്തിട്ട് ഡയറക്റ്റ് ഇവാൻസിന്റെ അടുത്തേക്ക്, അതായത് വണ്ടി ആദ്യം സ്റ്റോപ്പ് ചെയ്തു, എന്നിട്ട് ഇവാൻസിന് നേരെ ചൂണ്ടിയിട്ട് ഗണ്ണ് കാണിച്ചിട്ട് പറഞ്ഞു, ദ റൈഡർ ജംപ്ഡ് വിത്ത് ഫിയർ ആൻഡ് പുട്ട് അപ്പ് ഹിസ് ഹാൻഡ് ക്വിക്ലി. അപ്പൊ എന്താണ് ഇവാൻസ് വേഗം ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി, എന്നിട്ട് വേഗം കൈ പൊക്കി. അത് ഹാൻഡ്സ് അപ്പ് എന്ന് പറയുമ്പോൾ കൈ പൊക്കില്ല, അതുപോലെ. മൈ ഗോഡ് മിസ്റ്റർ, ഹി വിസ്പേർഡ്, ഐ തോട്ട് യു. Dr. Benson pushed the pistol still deeper into the man's side and repeated coldly, put the watch in my pocket before I let this gun go off. അപ്പം ഡോക്ടർ ബെൻസൺ പറഞ്ഞു, വേഗം തന്നെ എന്റെ വാച്ച് വേഗം എന്റെ പോക്കറ്റിലേക്ക് ഇട്ടോ, അല്ലെങ്കിൽ ഞാനിപ്പം എന്താണ് ഗൺ യൂസ് ചെയ്യുന്നു പറഞ്ഞു. ഇവാൻസ് put his hand in his own vest pocket and later with trembling hands tried to put the watch into the daughter's pocket. അപ്പൊ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ ഇവാൻസ് ഒരു കൈ കൊണ്ട് പോക്കറ്റിൽ നിന്ന് ആ വാച്ച് എടുത്തിട്ട് അത് വേഗം ഇവാൻസിന്റെ പേടിച്ചു ഭയന്നുകൊണ്ട് ഇവാൻസിന്റെ പോക്കറ്റിലേക്ക് അതിട്ടു. അപ്പോൾ with his free hand, Dr. Benson pushed the watch down into his pocket. He opened the door and forced the man out of the car. അപ്പൊ എന്തായി, ഡോക്ടർ ബെൻസന്റെ ഫ്രീ ഹാൻഡ് തന്നെ ഒരു കയ്യിൽ പിസ്റ്റൾ ഉണ്ട്, മറ്റേ കൈ ഫ്രീ ആണല്ലോ. അപ്പൊ ആ കൈ കൊണ്ട് ഡോക്ടർ ബെൻസൺ ആ വാച്ച്, അതായത് ഇവാൻസ് ഡോക്ടർ ബെൻസന്റെ പോക്കറ്റിലിട്ട വാച്ച് ഒന്ന് ശരിയാക്കിയിട്ട് എന്താണ് ഇവാൻസിനെ കാറിന്ന് പുറത്താക്കി. ഐ എം ഔട്ട് ഹിയർ ടു നൈറ്റ് പ്രോബബ്ലി ടു സേവ് എ വുമൻസ് ലൈഫ് ബട്ട് ഐ ടുക്ക് ടൈം ഔട്ട് ടു ട്രൈ ടു ഹെൽപ്പ് യു, ഹി സെഡ് ടു ദ മാൻ ആംഗ്രിലി. അപ്പം ഡോക്ടർ ബെൻസൺ ദേഷ്യത്തോടെ പറഞ്ഞു, ഞാൻ ശരിക്കും ഒരു വുമന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോവാണ്, അതായത് ഡെലിവറിക്ക് വേണ്ടി പോവാണ്. പക്ഷെ എന്നിട്ട് ഞാൻ നിന്നെ ഇങ്ങനെ കണ്ടപ്പോ ഞാൻ വണ്ടി നിർത്തി നിന്നെ സഹായിച്ചു, എന്നിട്ട് നീ ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ള ഒരു ഇതില് ഇദ്ദേഹം പറഞ്ഞു. Dr. Benson started the car quickly and the wind closed the door with a loud noise. അപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഡോക്ടർ ബെൻസൺ. അപ്പൊ ആ സമയത്ത് കാറ്റിന് ഡോർ അടഞ്ഞു, നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. He put up the pistol back into the leather holster under the seat and hurried on. അപ്പം വീണ്ടും ആ പിസ്റ്റളൊക്കെ തിരിച്ചു വെച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. The drive up the mountain to the Solly farm was less difficult than he feared, and old Solly had sent one of his older boys down the road with a lantern to help him across the old wooden bridge that led up to the little farmhouse. അപ്പൊ ഡോക്ടർ ഇങ്ങനെ മൗണ്ടെയിനൊക്കെ കടന്ന് സോർലി ഫാമിന്റെ അടുത്തെത്താനായി. അങ്ങനെ അപ്പോൾ ഓൾഡ് സോർലി എന്താണ്, ഒരു ബോയിനെ, ഒരു സഹായി, ഒരു ചെക്കനെ ഒരു ലാന്റേൺ എന്ന് പറയുന്നത് ഒരു വിളക്കാണ്. അപ്പൊ അതും എടുത്തിട്ട് ഈ ഡോക്ടറിനെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഈ ഫാമിന്റെ അടുത്തുള്ളൊരു പാലത്തിന്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. മിസ്സിസ് സോർലീസ് മെനി പ്രീവിയസ് എക്സ്പീരിയൻസസ് വിത്ത് ബ്രിങ്ങിങ് ചിൽഡ്രൻ ഇൻ ടു ദ വേൾഡ് apparently helped her greatly because she delivered the child with little difficulty, and there was no need on Dr. Benson's part for the instruments in along the back. അപ്പം ഇദ്ദേഹം അവിടെ എത്തുമ്പോഴത്തേക്കും മിസ്സിസ് സോർലിയുടെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ ഈ മിസ്സിസ് സോർലിക്ക് ഈ ഡെലിവറി വലിയൊരു വിഷയമായിരുന്നില്ല, കാരണം കുറെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഡോക്ടറെ സഹായം ഇല്ലാതെ മിസ്സിസ് സോർലി ഡെലിവറി ചെയ്ത് ഒരു കുട്ടിക്ക് ജന്മം കൊടുത്തിരിക്കുന്നു. ആൻഡ് ദർ വാസ് നോ നീഡ് ഓൺ ഡോക്ടർ ബെൻസൺസ് പാർട്ട് ഫോർ ദ ഇൻസ്ട്രുമെന്റ്സ് ഇൻ ലോങ് ബാക്ക്. അപ്പം ഡോക്ടർ ബെൻസന്റെ ഇൻസ്ട്രുമെന്റിന്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ മിസ്സിസ് സോർലി ഡെലിവറി ചെയ്തു. ആൻഡ് ആഫ്റ്റർ it was all over. However, Dr. Benson took a cigarette and sat down to smoke. അപ്പം ഇതൊക്കെ കഴിഞ്ഞു. ആൻഡ് ഡോക്ടർ ബെൻസൺ എന്ത് ചെയ്തു, ഒരു സിഗരറ്റ് എടുത്തിട്ട് ഇങ്ങനെ സ്മോക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇരുന്നു. അതായത് ഈ സാറ്റ് ഡൗൺ ടു സ്മോക്ക്, അപ്പൊ ഇരുന്നു, സ്മോക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇരുന്നു. ഇനി 4th സെക്ഷൻ ആണ്.
A fellow I pick up in my car on my way up there tonight tried to rob me, he said to Ott. അപ്പം മിസ്റ്റർ ഓട്ടിനോട് ഇദ്ദേഹം പറയാണ് a fellow I picked up in my car. അപ്പൊ എന്റെ കാറിൽ ഞാൻ ലിഫ്റ്റ് കൊടുത്ത ഒരാള് ഇന്ന് എന്റെ സാധനം മോഷ്ടിക്കാൻ നോക്കി, ഫീലിംഗ് എ ലിറ്റിൽ പ്രൗഡ്. അപ്പൊ കുറച്ച് അഭിമാനത്തോടെയാണ് ഇത് ഇയാള് ഈ ഡോക്ടർ ബെൻസൺ ഓട്ടിനോട് പറയുന്നത്. He took my watch, but when I pushed my pistol into his side, he decided to give it to me back. അപ്പം ഇദ്ദേഹം പറയാണ് എന്താണ്, എന്റെ വാച്ച് റോബ് ചെയ്ത്, എന്റെ വാച്ചാണ് അദ്ദേഹം കട്ടെടുക്കാൻ ശ്രമിച്ചത്. ബട്ട് ഞാൻ എന്റെ പിസ്റ്റൾ എടുത്തപ്പോൾ അദ്ദേഹം എനിക്ക് തിരിച്ചു തരാൻ വേണ്ടി തീരുമാനിക്കുകയുണ്ടായി. ഓട്ട് സ്മൈൽഡ് വൈഡ് അറ്റ് സച്ച് എൻ എക്സൈറ്റിംഗ് സ്റ്റോറി കമ്മിങ് ഫ്രം യങ് ഡോക്ടർ ബെൻസൺ. അപ്പൊ ഓട്ട് അതായത് മിസ്റ്റർ ഓട്ട് ഇങ്ങനെ ചിരിച്ചു. എനിക്കിങ്ങനെ ആലോചിക്കുകയാണ്, അതായത് ഡോക്ടർ ബെൻസന്റെ കയ്യിൽ നിന്ന് ഇത്രയും എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി പുറത്തേക്ക് ഇങ്ങനെ സ്റ്റോറി പറയുന്നത് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് സന്തോഷം വന്നു. ജസ്റ്റ് കളിയാക്കി ചിരിയല്ല, ഇങ്ങനെ ചിരിച്ചു. Well, I am glad he gave it back to you, Ott said, because if he hadn't, we wouldn't have any idea what time the child was born. അപ്പം ഓട്ട് പറയണ്ടായി, എനിക്ക് എന്തായാലും അദ്ദേഹം ഈ വാച്ച് തിരിച്ചു തന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്, അല്ലെങ്കിൽ എന്റെ ഈ കുട്ടി എപ്പാ ജനിച്ചെന്നുള്ളത് കൃത്യസമയം ഇപ്പൊ നോക്കാൻ പറ്റില്ല. വാട്ട് ടൈം വുഡ് യു സേ ഇറ്റ് ഹാപ്പൻ ഡോക്ടർ എന്ന് ചോദിച്ചു. അപ്പൊ ഡോക്ടറോട് ചോദിക്കണേ ഇത് ഏത് സമയത്താണ് ഇങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കും. അതായത് ഏത് സമയത്താണ് കുട്ടി ജനിച്ചിട്ടുണ്ടാകുക, അല്ലാണ്ട് ഈ ഇവന്റ് ഇപ്പൊ നടത്തുന്നല്ല, ഏത് സമയത്താണ് ആ കുട്ടി ജനിച്ചിട്ടുണ്ടാകുക, അതായത് ഇപ്പൊ ജനിച്ച കുട്ടിയുടെ ജനിച്ച സമയം ഇപ്പാണ്. ഡോക്ടർ ബെൻസൺ ടുക്ക് ദ വാച്ച് ഫ്രം ഹിസ് പോക്കറ്റ്. അപ്പൊ ഡോക്ടർ ബെൻസൺ പോക്കറ്റിൽ നിന്ന് വാച്ച് എടുത്തു. ദ ബേബി വാസ് ഡെലിവേർഡ് അബൌട്ട് 30 minutes ago and right now it is. He walked over to the lamp on the table. അപ്പം എന്താണ്, ബേബി 30 മിനിറ്റ് മുന്നെയാണ് ജനിച്ചത്. അപ്പൊ ഇപ്പോഴത്തെ സമയം എത്രയാണെന്ന് നോക്കണം, എങ്കിലല്ലേ 30 മിനിറ്റ് മുന്നേ എത്രയാണ് ടൈം എന്നുള്ളത് മനസ്സിലാവാം. ആൻഡ് ഹി വാക്ക്ഡ് ഓവർ ദ ലാമ്പ് ഓൺ ദ ടേബിൾ. അപ്പം വെളിച്ചത്തിന്റെ ചുവട്ടിലേക്ക് പോയി. ടേബിളിൽ ഒരു ലാമ്പ് ഉണ്ടായിരുന്നു, ആ ലാമ്പിന്റെ അടുത്ത് വാച്ച് എടുത്തിട്ട് പോയി. ഹി സ്റ്റേർഡ് സ്ട്രേഞ്ച്ലി അറ്റ് ദ വാച്ച് ഇൻ ഹിസ് ഹാൻഡ്. അപ്പം ആ വാച്ച് കണ്ടപ്പോ ഒന്ന് ഞെട്ടി. And the crystal was cracked, the top was broken. He turned the watch over and held it closer to the lamp. അപ്പം അതിന്റെ ക്രിസ്റ്റലൊക്കെ, അതിന്റെ ഗ്ലാസ് ഒക്കെ പൊട്ടിയിട്ടുണ്ട്, അതായത് ഇങ്ങനെ ക്രാക്സ്, ചെറിയ ചെറിയ വരകൾ വിണ്ട് കീറിയിട്ടുണ്ട്. ആൻഡ് അതിന്റെ മേൽഭാഗം പൊട്ടിയിട്ടുണ്ട്. ഹി ടേൺഡ് ദ വാച്ച് ഓവർ ആൻഡ് ഹെൽഡ് ഇറ്റ് ക്ലോസർ ടു ദ ലാമ്പ്. അപ്പൊ വാച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊക്കെ നോക്കി, അതായത് എന്തൊക്കെ പൊട്ടുകയും ചെയ്തു, ഇങ്ങനെ വിണ്ടുകീറൊക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ ഗ്ലാസ് ഒക്കെ. അപ്പൊ വാച്ച് ഒന്ന് ആ ലാമ്പിന്റെ അടുത്തേക്ക് കൊണ്ട് നോക്കി. ഹി സ്റ്റഡി ദ വോൺ ഇൻസ്ക്രിപ്ഷൻ ദേർ. അപ്പൊ ആ വാച്ചിൽ എന്തോ എഴുതിയിട്ടുണ്ട്. ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ലിഖിത, ആ ഒരു എഴുത്ത് എന്തോ ആ വാച്ചിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അത് വായിച്ചു. ടു പ്രൈവറ്റ് T. Evans, ambulance section, whose personal bravery preserved our lives the night of November 3, 1943 near the Italian front. അപ്പം nurses Nesbitt, Jones and Wingate. അപ്പൊ എന്താണ്, ഈ ഇവാൻസ്, നമ്മളെ നേരത്തെ കാറിൽ ഡോക്ടർ ബെൻസന്റെ കാറിൽ കയറി ഇവാൻസിനെ അദ്ദേഹം ആ വാറിന്റെ ടൈം ആംബുലൻസ് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ ധൈര്യത്തിന്, ആ ഒരു ധൈര്യത്തിന് പാരിതോഷികമായിട്ട് കൊടുത്ത വാച്ചായിരുന്നു ആ വാച്ച്. അതായത് ഇത് ഡോക്ടർ ബെൻസന്റെ വാച്ച് അല്ല, പകരം ഇവാൻസിന്റെ വാച്ച് തന്നെയാണ്. അപ്പൊ ഡോക്ടർ ബെൻസൺ നേരത്തെ വെറുതെ ആ ഇവാൻസിനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്, ഇദ്ദേഹത്തിന്റെ തെറ്റ് മനസ്സിലാക്കിണ്ടായി. അപ്പൊ ഇതാണ് ഈ സ്റ്റോറി, എ കേസ്